PV അൻവറിന്റെ ആരോപണത്തിൽ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാത്തത് ഭയം കാരണം എന്ന സൂചന വരുന്നു. അജിത് കുമാറിനെ മാറ്റിയാൽ P ശശിയെയും മാറ്റേണ്ടി വരുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. അതേസമയം SP സുജിത് ദാസിനെ പത്തനംതിട്ട പോലീസ് മേധാവി സ്ഥാനത്ത് മാറ്റിയുള്ള ഉത്തരവ് പുറത്തിറക്കി. ഷഫീദ് റാവുത്തർ ചേർന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് അതെങ്ങനെയാണ്? സമ്മർദ്ദം അത് മാത്രമാണ് ഈ തീരുമാനത്തിൽ നമുക്കറിയാൻ കഴിയുന്ന ഒരു വിവരം. കാരണം പോലീസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മുൻപേ നടത്തിയ തീരുമാന പ്രകാരമുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ നടപ്പാക്കുന്നത് എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതിലൊന്നാമത്തേത് ക്രമസമാധാന ചുമതലയിൽ നിന്നും MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള ആലോചനയായിരുന്നു ഇന്ന് വൈകിട്ട് 7 മണി വരെയെങ്കിൽ അതിനുശേഷം സർക്കാർ മാറി ചിന്തിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അതിൽ അജിത് കുമാറിനെ മാറ്റിയാൽ P ശശിയെ മാറ്റേണ്ടി വരും എന്നുള്ളൊരു വിലയിരുത്തൽ CPM-നുള്ളിലും സർക്കാരിലും ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം തെറ്റുതിരുത്തൽ നടപടി അടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിയിൽ തുടരുകയാണ്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചു. അടുത്ത മാസങ്ങളിൽ ജില്ലാ സമ്മേളനങ്ങളും വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഉയരുന്ന വിമർശനം അത് തെറ്റുതിരുത്തൽ എന്ന രീതിക്കപ്പുറത്തേക്ക് പോലീസിൽ അടിമുടി കുഴപ്പം എന്നുള്ള സമ്മർദ്ദം അത് ഉണ്ടാക്കാൻ സർക്കാർ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തീരുമാനങ്ങൾ മാറ്റി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. P ശശിയെ മാറ്റേണ്ടി വരുമെന്ന ഭയത്താൽ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരു അന്വേഷണത്തിലേക്ക് സർക്കാർ കടക്കുന്നില്ല എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രവുമല്ല, സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഇന്ന് പകൽ മുഴുവനുള്ള ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. ആ തീരുമാനത്തിൽ നിന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോൾ ആഭ്യന്തര വകുപ്പ് മലക്കം മറഞ്ഞു എന്നുള്ള ഒരു വിവരം കൂടി നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ SP സുജിത് ദാസിനെ പത്തനംതിട്ട പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ അത് സസ്പെൻഷൻ ആണോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും അറിയില്ല. സുജിത് ദാസിന് പകരം ചുമതല നൽകിയിട്ടില്ല. പകരം തിരുവനന്തപുരത്ത് നിന്ന് VG വിനോദ് കുമാറിന് പത്തനംതിട്ട ജില്ലാ ഷഫീദ്, MR അജിത് കുമാറിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ആ ഒരു നടപടി ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ സുജിത് ദാസിനെതിരായിട്ടുള്ള നടപടി അതിനെ ഏത് തരത്തിലായിരിക്കും കാണേണ്ടത്? കാരണം സർക്കാർ MR അജിത് കുമാറിനെ കൂടുതൽ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് കടക്കുന്നു എന്നുള്ളത് ആശ്ചര്യകരമല്ലേ? ഉറപ്പായിട്ടും. കാരണം കടുംവെട്ടിന് സർക്കാർ ഇല്ല എന്നുള്ള കാര്യം, അതല്ലെങ്കിൽ ആ കടുംവെട്ട് എന്നുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറി എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന വിവരം. കാരണം വൈകിട്ട് 7 മണി വരെ ആഭ്യന്തര വകുപ്പിൽ തിരക്കിട്ട ആലോചനകൾ നടന്ന രീതിയിൽ ഒന്നുമേ അല്ല കാര്യങ്ങൾ പോകുന്നത്. അതിൽ CPM-ൽ നിന്നും പാർട്ടിയിൽ നിന്നും സർക്കാരിന് ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായി എന്ന തരത്തിലേക്കുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. 2 തീരുമാനങ്ങൾ, അതിലൊന്ന് ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റാതിരിക്കാൻ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായി. രണ്ടാമത്തേത് സുജിത് ദാസിനെ സ്വാഭാവികമായും കർശന നടപടിക്ക് വിധേയമാക്കിയാൽ അതുവഴി MR അജിത് കുമാറിനെതിരെയും പിന്നീട് അത് P ശശിക്കെതിരെയും പോകാനുള്ള സാധ്യത സർക്കാർ മുന്നിൽ കാണുന്നുണ്ട്. താഴെ തട്ടിലുള്ള സമ്മേളനങ്ങളിലെ വിമർശനങ്ങളെ സർക്കാർ ഭയക്കുന്നു, അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം ഭയക്കുന്നു എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷ MLA-മാരല്ല, അത് ഭരണകക്ഷിയിൽപ്പെട്ട MLA ആണ്, PV അൻവർ ആണ്. PV അൻവറിന്റെ ആരോപണത്തിൽ ഒരു പരസ്യ പ്രഖ്യാപനം നടത്തി തലയൂരാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം അത് മാത്രമാണ് ഇതിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്ന് പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി എല്ലാ കാര്യത്തിലും അന്വേഷണം നടത്തും, പോലീസിലെ പുഴുക്കുത്തുകളെ ഒഴിവാക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും കർശന നടപടിയിലേക്കോ താക്കീതുകളിലേക്കോ ഒന്നും കടക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല. ഈ ഘട്ടത്തിൽ അത് പാർട്ടിക്കും സർക്കാരിനും ഏൽക്കേണ്ടി വരുന്ന പ്രതിച്ഛായ മങ്ങൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിനെ ആശങ്കപ്പെടുത്തുന്നു എന്ന് വേണം കരുതാൻ. പ്രജിൻ. വളരെ വ്യക്തമാണ്. എന്തായാലും ആ രീതിയിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ അത് നേരത്തെ പലരും പറഞ്ഞതുപോലെ തന്നെ അതിൽ മുഖ്യമന്ത്രിയുടെ സംരക്ഷണം ഉണ്ടാകും. ആ രീതിയിൽ തന്നെ ഒരു അന്വേഷണം വരില്ല, അല്ലെങ്കിൽ മാറ്റി നിർത്തില്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു പല കേന്ദ്രങ്ങളിൽ നിന്നും. ആ രീതിയിൽ തന്നെ ADGP ആ ചുമതലയിൽ നിന്നും മാറ്റുന്നില്ല, പകരം അന്വേഷണമുണ്ട്, DGP അന്വേഷിക്കും. പക്ഷേ മറുഭാഗത്ത് SP-യെ ആ നിലയിൽ നിന്നും മാറ്റുന്നു. അങ്ങനെ എന്താണ് കൃത്യമായ ഉത്തരവിൽ അത് വ്യക്തമാക്കുന്നുമില്ല എന്നാണ് ഷഫീദ് റാവുത്തർ നൽകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. നാളെ ഇപ്പോൾ PV അൻവർ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും ചർച്ചയാവുക, അതിൽ മുഖ്യമന്ത്രി എന്ത് പ്രതികരണം നടത്തും എന്നതും ഈ ഘട്ടത്തിൽ വളരെ കൗതുകമായി മാറുന്നുണ്ട്. നാളെ കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്.